ഹലോ നമസ്കാരം. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ മഴ തോരും മുൻപേ എന്നുള്ള സീരിയലിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ അലീനയും മനുവും കൂടെയുള്ള സംഭാഷണമാണ്. അപ്പോൾ ഇനി എന്നാ വരിക ബാംഗ്ലൂർക്ക് എന്ന് ചോദിക്കുകയാണ് അലീന മനുവിനോട്. അപ്പോൾ മനു പറയും വരണം എന്നറിയും. അതെന്താ എന്നറിയും. നമ്മളെ കാത്തിരിക്കാൻ ആരുമില്ലല്ലോ, ഇവിടെ നമ്മളെ കാത്തിരിക്കാൻ ആരും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് അലീനയോട്. അപ്പോൾ അപ്പോഴേക്കും പറയും അതെന്താ ആരും ഇല്ലാത്തേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും പിന്നെ അതൊക്കെ ഉണ്ടാവുന്നേ എന്നൊക്കെ പറയും. അപ്പോൾ നോക്കാം എന്നറിയാം. അപ്പോഴേക്കും ബാലേന്ദ്രൻ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ എന്നാൽ പോവാൻ മോനെ എന്നറിയാം. അപ്പോൾ അയാൾ മനു പറയുന്നുണ്ട് അങ്ങളെ ഞാൻ പോട്ടെ എന്ന് വയ്ക്കുമ്പോൾ നിൽക്കും മോനെ ഞാനും കൂടെ ഉണ്ട്, നമുക്ക് ഒരുമിച്ച് ഇറങ്ങാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു രണ്ടുപേരും കൂടെ ഇറങ്ങുകയാണ്. ഇറങ്ങുന്ന സമയത്ത് പിന്നെ മനു കാറിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബാലേന്ദ്രനോട് പറയാണ് അങ്കിളെ അലീനയുടെ ശമ്പളം കൊടുത്തോന്ന് ചോദിക്കുമ്പോൾ അതന്ന് പോകുമ്പോൾ കൊടുത്തില്ലേ എന്ന് പറയും. അതന്ന് 18 ദിവസം ആയതില്ലേ, പിന്നെ ഒരു മാസം ആയല്ലോ ഇപ്പോൾ എന്ന് പറയാണ്. അപ്പോൾ പറയും അത് അവളെന്താ പരാതി പറഞ്ഞു വെച്ചപ്പോൾ പരാതി പറഞ്ഞിട്ടൊന്നുമില്ല, ശരിക്കും നമ്മൾ അങ്ങ് കൊടുക്കേണ്ടതല്ലേ എന്ന് പറയാണ്. അപ്പോൾ പറയും പിന്നെ എന്താ പറയുക നമ്മൾ ചോദിക്കാണ്ട് കൊടുക്കേണ്ടതല്ലേ എന്ന് പറയാണ്. കൊടുക്കാമെന്ന് പറയും. അപ്പോൾ പറയാല്ല ലീവിൻ്റെ കാര്യം നോക്കി. അപ്പോൾ 2 ദിവസത്തെ ലീവ് അത് അവൾ എപ്പോഴാഴ്ച എടുത്തോട്ടെ എന്ന് പറയും. ശരി അങ്കിളേ എന്ന് അറിയാൻ കേട്ടോ. അങ്ങനെ അപ്പോൾ അല്ല ശരി അത് കൊടുക്കാം, അത് പിന്നെ ലീവ് അവളെ പ്രാവശ്യം എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബാലേന്ദ്രൻ പിന്നെ പോയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അലീന എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് അലീന അകത്തുനിന്ന് വരിക. അപ്പോൾ പറയും ഞങ്ങൾ പോയി കഴിഞ്ഞ് വാതിൽ ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്യണേ എന്ന് പറയും. അത് ഞാൻ ചെയ്യുന്നുണ്ട് പറയും കേട്ടോ. എന്നാൽ ശരി വാതിലടച്ചേക്ക് എന്നിട്ട് അയാളങ്ങനെ ഇറങ്ങുകയാണ്. അയാളിങ്ങനെ പോർച്ചിക്ക് പോകുന്ന സമയത്ത് നമ്മുടെ മനു അവിടെ നിന്നിട്ട് ഇങ്ങനെ ടാറ്റ കാണിക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ച് അവളും തല കൊണ്ട് ഇങ്ങനെ ഓക്കെ എന്ന് പറയുന്നതാണേ. അത് കഴിഞ്ഞ് അവർ പോയി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടിയുടെ വീടാണ്. അപ്പോൾ ഗ്രേസമ്മ ആണ് എന്താ വെച്ചാൽ അവരുടെ ഭർത്താവിന് തലയിൽ ഡേ ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ രേവതിക്കുട്ടി. അപ്പോൾ അനങ്ങാതിരിക്കുന്നതൊക്കെ പറഞ്ഞ് നല്ല ഭംഗിയായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെയ്ത് കൊടുക്കുമ്പോൾ പറയും എന്താണ് ഞാൻ ഒരു ബാർബർ ഷോപ്പിൽ പോയാൽ പോലും ഇങ്ങനെ ഞാൻ ഇത്ര ഇതായിട്ട് ഇരുന്ന് കൊടുക്കില്ല അറിയും. പക്ഷെ ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ കുറച്ച് ഭാഗം അവിടെ ഇട്ടിട്ടുണ്ട്, അതൊരു ഭംഗിയാണ് എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്, ഒരു തലയെടുപ്പാണ് എന്നൊക്കെ പറയും. അപ്പോൾ പറയും എനിക്കിപ്പോൾ അതിൻ്റെ ഒന്നും ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം പൊതുവേ പിന്നെ അപ്പോൾ മറ്റേ ഗ്രേസമ്മ അവിടെ നിന്നിട്ട് പറയുന്നുണ്ട് നീ ഇങ്ങനെ ജോലി ഇങ്ങനെ ഞങ്ങൾക്കൊന്നും ഇങ്ങനെ ഇതാവേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾ സുന്ദരിമാരാണ്, ഞങ്ങൾ അണിഞ്ഞൊരുങ്ങുന്നത് തന്നെ മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. അപ്പോൾ ഇയാൾ മാമച്ചൻ പറയാണ് ഞങ്ങളെ ആണുങ്ങളെ ജനിക്കുമ്പോഴേ സുന്ദരന്മാരാക്കിയിട്ടാണ് സൃഷ്ടിക്കുന്നത് എന്ന് പറയണ കണ്ടിട്ടില്ലേ. ആൺമയിലിനെ കണ്ടിട്ടില്ലേ, പീലിയുണ്ട്, അതുപോലെ മാനിനെ കണ്ടിട്ടില്ലേ. അപ്പോൾ രേവതിക്കുട്ടി എടുത്ത് വഴിക്കറിയുമ്പോൾ കോഴി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഗ്രേസമ്മ അങ്ങോട്ട് ചിരിക്കരുത്, ചിരിയോട് ചിരിയെ പറയും നീ എന്തിനാ ചിരിക്കണേന്ന് നോക്കിട്ടോ. നിനക്കത് മനസ്സിലാവില്ല, പക്ഷെ മാമച്ചായനത് മനസ്സിലായിട്ടുണ്ടാവും എന്നറിയും. അപ്പോൾ മിണ്ടണ്ടിരുന്നേ എന്നറിയാണ് കേട്ടോ. അപ്പോൾ പറയും അപ്പോൾ എന്താ സംഭവിച്ചപ്പോൾ മാമച്ചായൻ പണ്ട് നല്ലൊരു കോഴിയായിരുന്നു. ആണോ, പൂവൻ കോഴി നല്ല ഭംഗിയാണോ എന്ന് രേവതിക്ക്. പക്ഷെ അവർ ഈ അനാഥാലയത്തിൽ നല്ല സ്ട്രിക്റ്റായിട്ട് വളർന്ന പിള്ളേരാകൊണ്ട് ഇതൊന്നും അവർക്ക് അറിയില്ല, അതാണ് രസം. അങ്ങനെ അവിടുന്ന് അവർ സംസാരിക്കുമ്പോൾ മീശ ഡൈ ചെയ്യുമ്പോൾ ഒതുങ്ങിയിരിക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഭയങ്കര സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളാണ് കേട്ടോ. ആ കുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ അവൾ ലക്കി ആണ്. അവർക്കൊരു മോനില്ലാത്തതിൻ്റെ ആ ഒരു ഇത് അവർ ശരിക്കും ഈ മോൻ മരിച്ചു പോയതാണ് അവരുടെ. പക്ഷേ രേവതിക്കുട്ടി വന്നപ്പോൾ അവർക്ക് സ്വന്തം മോളെ പോലെ തന്നെയായി, ജോലിക്ക് നിൽക്കുന്ന കുട്ടി എന്നുള്ള ആ ഒരു ഇതൊന്നുമല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ കാണാം കോളിംഗ് ബെല്ലടിക്കണം. അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ ഈ അവിടെ നിൽക്കുന്ന ഡ്രൈവർ പയ്യനാണ്. അപ്പോൾ രേവതിക്കുട്ടി നമ്മൾ വിളിക്കുക. അപ്പോൾ എന്താണെന്ന് നോക്കുമ്പോൾ ഇതാ നീ ഓർഡർ ചെയ്ത സാധനം. അപ്പോൾ ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ എന്നറിയും. നീ ഓർഡർ ചെയ്തില്ലേ നോക്ക് എന്ന് പറയുമ്പോഴേക്കും ഗ്രേസമ്മ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ എന്താ വയ്ക്കുമ്പോൾ ഞാൻ ഓർഡർ ചെയ്തോട്ടെ, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നറിയും. അപ്പോൾ അറിയും അവളല്ല ഞാനാ ചെയ്തത്, ഇങ്ങോട്ട് തന്നേക്ക് എന്നറിയും കേട്ടോ. അപ്പോൾ എന്നാൽ നീ കഴിച്ചോ വയ്ക്കും. കഴിച്ചു, എന്നാൽ നീ പോയിക്കോ എന്നറിയാണ്.
അപ്പോൾ പോവും. അപ്പോൾ ഇതെന്താ ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയണേ രേവതിക്കുട്ടി. അപ്പോൾ പറയും നീ ഇന്നലെ ഒരു ആഗ്രഹം പറഞ്ഞില്ലേ എന്ന് പറയും. അപ്പോൾ പറയും എന്താ ആഗ്രഹം എന്ന് പറയുമ്പോൾ ബിരിയാണി കഴിക്കണമെന്ന് നീ പറഞ്ഞു, എനിക്ക് ഭയങ്കര കൊതിയാണ് ബിരിയാണി കഴിക്കാൻ നീ പറഞ്ഞില്ലേക്കും. ആ പറഞ്ഞു. അതാണ് ഇത് എന്ന് പറയുമ്പോൾ ബിരിയാണിയോ നോക്കിട്ടോ. അപ്പോൾ പറയും ബിരിയാണിയാണ്, നിനക്ക് വേണ്ടി ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്, ഓർഡർ ചെയ്തതാണെന്ന് പറയും. അപ്പോൾ പിന്നെ ഞങ്ങൾക്കോ ഇതൊന്നും കഴിക്കാൻ പറ്റില്ല, നിനക്ക് ആഗ്രഹമുള്ള സാധനങ്ങൾ നീ കഴിക്കുക എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ആ ബിരിയാണി പിന്നെ കഴിക്കാൻ വേണ്ടി വരിക. അപ്പോൾ ഇവർക്ക് ഉച്ചയ്ക്ക് കൊടുക്കുന്നത് ഒത്തിരി ചോറും ഓരോ ചപ്പാത്തി 2 ചപ്പാത്തിയും കുറച്ച് കറികൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ രണ്ടാൾക്കും കുറച്ച് കൊടുക്കുക. അപ്പോൾ പറയും നിൻ്റെ ആഗ്രഹത്തിന് ബിരിയാണി വാങ്ങി തന്നു, എന്നെ തല്ലാൻ ആളില്ലാഞ്ഞിട്ടാണെന്ന് പറയുകയാണ് ഗ്രേസം. അപ്പോൾ പറയും എന്ത് പറഞ്ഞാലും ഇനി അടുത്ത പ്രാവശ്യമേ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ എന്നെ വഴക്ക് പറയുക, മോളോട് ഞാൻ പറഞ്ഞതല്ലേ, എന്നിട്ട് എന്താ അവരുടെ ഷുഗർ കുറഞ്ഞില്ല. ഇതൊരു ഷുഗർ ഫാക്ടറിയും അത് കൊളസ്ട്രോളിൻ്റെ ഫാക്ടറിയും, രണ്ടും കുറഞ്ഞിട്ടില്ലെങ്കിലേ പ്രശ്നമാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് അവസാനം നീ നിനക്ക് വേറെ പണി, നീ എവിടെയെങ്കിലും ഒന്ന് പോയി ഇരുന്നേ എന്ന് പറഞ്ഞാൽ ഞാൻ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നതാണ്. പിന്നെ കാണിക്കുന്നത് ഈ റോഹിയുടെ ഒരു ഗേൾ ഫ്രണ്ട്, അവൾ ഒരു ഒരു റെസ്റ്റോറൻറ്റിലായിട്ട് ഇരിക്കുന്ന ഒരു കൂൾ ബാറിൻ്റെ ഇരിക്കുക, അവളും വേറൊരു പെൺകുട്ടി ഉണ്ട്. അപ്പോൾ പറയും പിന്നെ എടി നീ അപ്പോൾ ഇവൻ വന്നിട്ട് ഇവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, രോഹിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവർ. അപ്പോൾ പറയും എടി നീ പിടിച്ചിരിക്കുന്ന നല്ലൊരു പുളികൊമ്പിലാണ്, വിടണ്ട കേട്ടോ, സ്വർണ്ണക്കടയും തുണിക്കടയും ഒക്കെ ഉണ്ട്, നാളെ നീ ഒന്ന് മനസ്സ് വെച്ച് ഇതൊക്കെ നിൻ്റെ കൈവെള്ളയിലിരിക്കും അവനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ പറയും എടി അവനെ ഒരു മാതിരി സ്വഭാവം ചില നേരത്ത് എന്ന് പറയും. നീ എങ്ങനെ പിന്നെ അവനെ സ്നേഹിച്ച് വയ്ക്കും പറയില്ലേ, +2 തൊട്ട് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു, പിന്നെ അത് +2 തൊട്ടിട്ട് ഒരുമിച്ചാണ് എന്ന് പറയും. ചില നേരത്തെ അവൻ്റെ സ്വഭാവം കാണുമ്പോൾ കിണറ്റി കൊണ്ടിടാൻ തോന്നും എന്നൊക്കെ പറയും. സാറില്ല ക്ഷമിക്ക്, പ്രേമമാകുമ്പോൾ കുറച്ച് അങ്ങനെ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ മറ്റേ കുട്ടി ഉപദേശിച്ച് കൊടുക്കുന്നതാണ്. അങ്ങനെ അവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഈ റോഹി വരികയാണ്. വന്നു കഴിഞ്ഞ് 1-2 പറഞ്ഞ് തമ്മത്തല്ല. അപ്പോൾ പറയും നീ എന്താ വെയിറ്റ് ചെയ്ത്, നിന്നെ ഇന്നലെ രാത്രി ഒരുപാട് വിളിച്ചില്ലേ, നീ എന്താ ഫോൺ എടുത്തില്ല എന്ന് പറയുമ്പോൾ പറയും അതൊന്നും നടക്കില്ല, കാരണം ഞാനും മമ്മിയും ഒരുമിച്ച് ഒരു റൂമിലാണ് കിടക്കുന്നത്, 10 മണിക്ക് ശേഷം നീ ഫോൺ വിളിച്ചാൽ ഞാൻ എടുക്കില്ല എന്നറിയും. അപ്പോൾ പറയും പിന്നെ എന്താണ് നമുക്കെന്ന് പിന്നെ എന്നെ വിളിക്കാമെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും നടക്കില്ല, നീ എന്തിനാ എന്നോട് വരാൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ പറയും ഇത് ഇപ്പം തന്നെ ഞാൻ ഇവളുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടാണ് വന്നത്, ഇവളെ കൂടെ നിർത്തിയിരിക്കുകയാണ് ഞാൻ എന്ന് പറയും. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞാൽ നിങ്ങൾ സംസാരിക്കും, ഞാൻ നീച്ചു പോരാം, അത് വേണ്ട, നീ അറിയാത്തൊരു രഹസ്യം എൻ്റെ ജീവിതത്തിലില്ല എന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ച് പിന്നെ ഇരുത്തുകയാണ്. അപ്പോൾ അങ്ങനെ പറയുക ഞാൻ പറയുന്നിടത്ത് നീ വരണം, എനിക്ക് വേണ്ടി നീ കാത്തു നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ വെറുതെ കച്ചറുണ്ടാക്കുകയാണ്. അങ്ങനെ 1-2 പറഞ്ഞ് തല്ലി പിരിഞ്ഞ് അവൻ അവൻ്റെ വാട്ടിന് പോകും. അപ്പോൾ പറയും ഇതാണ് അവൻ്റെ സ്വഭാവം, ഇങ്ങനെ എന്താ ചെയ്യുകയെന്ന് ചോദിക്കാൻ കേട്ടോ. അവിടുന്ന് പിന്നെ 2 ദിവസം കഴിഞ്ഞ് പിന്നെയും ഈ പയ്യൻ എന്താ പറയുക ഇവളെയും കൊണ്ട് പോവുകയാണ്, ഇവൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഒരു സ്ഥലത്ത്. അപ്പോൾ വന്നിട്ട് വേഗം ഈ പെണ്ണ് ഓടി വരുന്നുണ്ട്. അപ്പോൾ എത്ര നേരമായി ഞാൻ അവിടെ കാത്തു നിൽക്കണം തന്നെ, ഇതൊക്കെ എത്ര നേരം നീ വൈകിയത് നോക്കി. അപ്പോൾ പറയും എനിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും വീട്ടിൽ നിന്ന് വരാൻ പറ്റില്ല, നീ എന്തിനാ എന്നെ ഇത്ര അർജൻറ്റായിട്ട് വിളിച്ചത്, എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ എന്താ ഇല കൊഴിയ പുഞ്ചിറ അവിടെ അങ്ങോട്ട് പോകണം, പിന്നെ വേറെ ഏതൊരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് അങ്ങോട്ട് പോകണം എന്നല്ലേ നീ പറഞ്ഞത്, അങ്ങോട്ടൊന്നുമല്ല നമ്മളെ വീട്ടിലേക്കാണ് പോകണത്, എൻ്റെ വീട്ടിലേക്കാണ് പോകണമെന്ന് പറയും. അയ്യോ നിൻ്റെ വീട്ടിലേക്കോ, ഞാനില്ല എന്ന് പറയും, നീ വരണം, എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ വിളിക്കുന്നിടത്തേക്കൊക്കെ നീ വരണം എന്ന് പറയും. അപ്പോൾ പറയും ഞാനില്ല റോഹി, അത് നീ എന്നെ വിളിക്കേണ്ട, ഞാൻ വരില്ല അറിയാം, അപ്പോൾ നീ വന്നേ പറ്റുള്ളൂ, കാരണം അവിടെ ഒരാളുണ്ട്, ഒരു സെർവൻ്റാണ്, അവൾക്ക് എന്നോടൊരു ക്രഷ് ഉണ്ട്, അപ്പോൾ അത് അവിടെ പിന്നെ അവളോടത്ത് നിന്നെ കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടിയിട്ടാണ്, നിന്നെ വീട്ടുകാർക്ക് എന്തായാലും നീ വരേണ്ട വീടല്ലേ അത്, അപ്പോൾ നിന്നെ ആദ്യം ഒന്ന് കൊടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. അപ്പോൾ പറയും നീ എന്നെ എങ്ങനെയാണ് പരിചയപ്പെടുത്തുകയെന്ന് അറിയും, അത് നീ എൻ്റെ ഭാവി അതുമായിട്ടാണ് നിന്നെ അവിടെ പരിചയപ്പെടുത്താൻ പോകണമെന്ന് പറയും. സത്യം പറഞ്ഞോ നിൻ്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ ചോദിക്കും. അപ്പോൾ ഉണ്ട്, എൻ്റെ മുത്തശ്ശി ഉണ്ട്, പിന്നെ ആ ജോലിക്കാരി ഉണ്ട് എന്നൊക്കെ പറയും. കള്ളല്ലല്ലോ പറയുമ്പോൾ അല്ലാന്നേ എന്ന് പറയാണ്. അങ്ങനെ അവർ 2 പേരും കൂടെ ബൈക്കിൽ ഇവൻ്റെ വീട്ടിലേക്ക് വരികയാണ്. വൈജയന്തിയുടെ മോനല്ലേ എന്നിട്ട് വരികയാണ്. അപ്പോൾ ഒരു വലിയ ഗേറ്റിൻ്റെ മുന്നിൽ നിർത്തും, അവൻ്റെ വീടിൻ്റെ മുന്നിൽ. അപ്പോൾ ഇതാണ് വീട്, നീ ഗേറ്റ് തുറക്കാമെന്ന് പറയും. അങ്ങനെ അവൾ പോയി ഗേറ്റ് തുറന്ന് തിരിച്ച് ബൈക്കിൽ കയറി ആ പോർച്ച് പോയി നിൽക്കുകയാണ്. എന്നിട്ട് അപ്പോൾ ഹെൽമെറ്റ് ഊരാൻ നിൽക്കുമ്പോൾ അവൻ പറയും ഹെൽമെറ്റ് ഊരണ്ട, നീ ഇങ്ങനെ പേടിച്ച് വരില്ല, ഈ വീട്ടിലൊരാളെ പോലെ വാ എന്ന് പറയും, ഇന്ന് വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ അകത്തേക്ക് വരുന്നുണ്ട്, വന്ന് ബെല്ലടിക്കുന്ന, ആദ്യം തള്ളി നോക്കും വാതിൽ തള്ളി നോക്കുന്ന സമയത്ത് ഇത് തുറക്കുന്നില്ല. തുറക്കപ്പോൾ പറയും നാശം പൂട്ടിയിരിക്കുകയാണ് ഉള്ളതെന്ന് പറയും.
എന്നിട്ട് അങ്ങനെ ബെല്ലടിക്കുകയാണ്. ബെല്ലടിച്ച് കഴിഞ്ഞിട്ട് നമ്മളെ മറ്റേ ഈ കുട്ടി വന്ന് അലീന വന്ന് വാതിൽ തുറക്കുമ്പോൾ ഇവൻ്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടാവും. അപ്പോൾ നീ ഇന്ന് കോളേജിൽ പോയില്ലേക്കുമ്പോൾ നിന്നോടാരാ ഞാൻ ഇന്ന് കോളേജിലേക്കാണ് പോകണമെന്ന് പറഞ്ഞതെന്ന് തിരിച്ചൊരു ചോദ്യം അവൻ അലീനോട് ചോദിക്കുകയാണ്. അല്ല നീ കോളേജിലേക്ക് നിന്ന് പോയിട്ട് പെട്ടെന്ന് മടങ്ങി വന്നുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയും. അപ്പോൾ പറയും പിന്നെ എന്താണ് അത് എവിടെ പോകണം എവിടെ വരണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, നീ എൻ്റെ കാര്യത്തിൽ ഇടപെടണം, നീ നിൽക്കേണ്ട സ്ഥലത്ത് ജോലിക്കാരി നിൽക്കേണ്ട സ്ഥലത്ത് നിന്നാൽ മതി അറിയും. ഞാൻ എവിടെ നിൽക്കേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന്. പിന്നെ എനിക്കറിയാം എന്ന് പറയുന്നത്. പിന്നെ ആർക്കും അറിയാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ആർക്കും അറിയില്ല എന്നുള്ളൊരു മറുപടിയും പറയാം. അതുകൊണ്ട് നീ അധികം എന്നോട് സംസാരിക്കാൻ നിൽക്കേണ്ട, മാറി നിൽക്കുക, ഞങ്ങളകത്തേക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. പക്ഷേ എന്താ വെച്ചാൽ ഇവളോട് ഒരുപാട് തർക്കിക്കുന്നുണ്ട് അവൻ. കാരണം ആ പെൺകുട്ടിയുടെ മുന്നിലിട്ട് ശരിക്കും അധിക്ഷേപിച്ച് തന്നെയാണ് അലീനോട് റോഹി സംസാരിക്കുന്നത് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി പോകുന്നതാണ് ഈ ഇന്നത്തെ മറ്റേ നമ്മളുടെ മഴ തീരും മുൻപേ എന്നുള്ള തോരും മുൻപേ എന്നുള്ള ആ സീരിയലിൻ്റെ കഥ. അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് സീരിയൽ കാണുക. നല്ല രസമുള്ള സീരിയലിനാണ്, സീരിയൽ കാണുക. അതുപോലെ എൻ്റെ കഥ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നിർത്തി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, പിന്നെ താങ്ക് യു.